ഹലോ ഡിയർ സ്റ്റുഡൻസ്, പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എസ് സി എക്സാം ഗൈഡ് ആപ്പിൽ കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കേരള ജോഗ്രഫിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കേരള ജോഗ്രഫിയിൽ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കേരളത്തിലെ കായലുകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാനുള്ള 2 റീസൺസ് ഉണ്ട്. ഒന്ന്, എൻ്റെ അടുത്ത് കുറച്ച് പേര് ഫ്രീ ക്ലാസ് തരുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ. എനിക്ക് എപ്പോഴും യൂട്യൂബിൽ ഫ്രീ ക്ലാസ് തരാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ നമുക്കിപ്പം 2 ബാച്ച് ഓൺലൈൻ ക്ലാസ് റണ്ണിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ 2 ക്ലാസ് കഴിഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ കൂടെ എഡിറ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സമയവും പിന്നെ ആരോഗ്യവും കുറച്ച് അനുവാദം തരുന്നില്ല. എൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ അറിയായിരിക്കും, കുറച്ച് സ്ക്രാച്ചാണ്, സൗണ്ടിന് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് ഭാഗം അത്രയും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആ എടുത്ത ക്ലാസ്സിലെ കുറച്ച് ഭാഗം ഇവിടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ PSC എക്സാം ഗൈഡ് ആപ്പിൽ കമ്പനി ബോർഡ് LGSന്റെ കോഴ്സിൽ ഇൻട്രസ്റ്റ് കാണിച്ച് 2 പേര് എന്നോട് ഡെമോ ക്ലാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലാസ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ ലൈവായിട്ട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന പോലെ നോട്ട്സ് ഓരോ ടോപ്പിക്കിനും നമ്മൾ അതേപോലെ പ്രിപ്പയർ ചെയ്താണ് നോട്ട്സ് PDF ഫോമാറ്റിൽ തന്നെ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ നോട്ട്സും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ് ആയിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും കമ്പനി ബോർഡ് LGSന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ വന്നിട്ട് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാനും സാധിക്കും. PSC എക്സാം ഗൈഡിൻ്റെ ആപ്പിൽ ഇപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ കോഴ്സ് നടക്കുന്നുണ്ട്. അതുകൂടാതെ കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എവറി ഫ്രൈഡേ 12 to 1 ആണ് ലൈവ് ക്ലാസ്സിന് ടൈം വരുന്നത്. അതും നിങ്ങൾക്ക് വിത്ത് നോട്ട്സ്, ഫുൾ നോട്ട്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും PDF ഫോമാറ്റിൽ തന്നെ. അപ്പോൾ അതും സെപ്പറേറ്റ് ഒരു കോഴ്സായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 monthsൻ്റെ ഉണ്ട്, 1 yearൻ്റെ ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ഈ 2 കോഴ്സുകൾക്കായിട്ടുള്ള ക്ലാസ്സും കൂടി നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ PSC എക്സാം ഗൈഡ് ആപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ലിങ്ക് വഴി നമ്മുടെ ഒരു ആപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ആപ്പിലെ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളപ്പോൾ അപ്പോൾ ചോദിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കമൻസ് എത്രത്തോളം വേണമെങ്കിലും കമൻസിലൂടെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ലൈവ് ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്നെ കാണാനും സാധിക്കും. യൂട്യൂബിലെ വീഡിയോ വന്നപ്പം എന്നെ ഡയറക്റ്റ് കാണാൻ എനിക്ക് വീഡിയോയിൽ പറ്റുന്നില്ല. അത് ഞാനത് യൂട്യൂബിലോട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് അവിടെ ഒന്ന് ക്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ്. ആ ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം ആപ്പിലെ സെയിം ക്ലാസ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ റാണി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. നമ്മൾ ആദ്യം പഠിച്ചത് വേമ്പനാട്ട് കായൽ, പിന്നെ അഷ്ടമുടി കായൽ. ഇത് കായലുകളുടെ റാണിയാണ് ശാസ്താംകോട്ട കായൽ. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വാഭാവിക ശുദ്ധജല കായലാണ്. വേമ്പനാട്ട് കായലും അഷ്ടമുടി കായലും ഒക്കെ ശുദ്ധജല തടാകങ്ങളല്ല, ഉപ്പുവെള്ളമാണ്. ഓക്കെ, എന്നാൽ നമ്മുടെ ശാസ്താംകോട്ട കായൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, ഈ ശാസ്താവ് എന്നൊക്കെ പറഞ്ഞാൽ ശബരിമലയൊക്കെ കണക്ട് ചെയ്യാലോ. ദൈവങ്ങളൊക്കെ വളരെ പ്യുവർ ആണ്, ശുദ്ധിയോട് കൂടിയിട്ടൊക്കെ വേണം പോകാൻ. ശുദ്ധം എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ശാസ്താംകോട്ടയാണ് ശുദ്ധജല കായല്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വാഭാവിക ശുദ്ധജല കായലാണ് ഏത്? ശാസ്താംകോട്ട കായൽ. കായലുകളുടെ റാണി എന്നറിയപ്പെടുന്ന കായലാണ് ആര്? ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ടയാണ് കായലുകളുടെ റാണി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രകൃതി സൗന്ദര്യവും പാരിസ്ഥിതിക പ്രാധാന്യവും ഒക്കെയുള്ള ഒരു കായലാണ് ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശാസ്താംകോട്ട കായലിന്റെ സവിശേഷതകൾ നോക്കാം നമുക്ക്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട. അപ്പൊ നമ്മള് അഷ്ടമുടിയുടെ ഒരു ഷേപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അഷ്ടമുടിയുടെ ഷേപ്പ്? അഷ്ടമുടി ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? പറഞ്ഞു, എന്താണ് അഷ്ടമുടിയുടെ ഷേപ്പ്? അഷ്ടമുടി പേരിലുണ്ട്. എന്താണ്, ഏത് രീതിയിലാണ് അത് പോകുന്നത്? ഷേപ്പ് എന്താണ്? 8 ശാഖകളായിട്ട് പോകുന്ന ഒരു ഷേപ്പ് പറഞ്ഞില്ലേ അഷ്ടമുടിക്ക്? ഏതാണ് അതിന്റെ ഷേപ്പ്? എന്തിന്റെ ആകൃതിയിലാണ് അഷ്ടമുടിക്കായൽ പോകുന്നത്? പറയൂ, അഷ്ടമുടിക്കായലിന്റെ ഷേപ്പ് ഏതാണ്? ആൻസർ വരട്ടെ. പനയോലയുടെ ആകൃതിയിലാണ് അല്ലെ അഷ്ടമുടിക്കായല്? പനയോലയുടെ ആകൃതിയിലാണ് അഷ്ടമുടിക്കായൽ വരുന്നത്. ഓക്കെ, ഗുഡ്. അപ്പോ ഇവിടെ ശാസ്താംകോട്ടയ്ക്ക് ഒരു ഷേപ്പ് ഉണ്ട്. F ആണ് ഇതിന്റെ ഷേപ്പ്. ഇംഗ്ലീഷ് ലെറ്ററിലെ F ആണ് ശാസ്താംകോട്ട കായലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്ററിലെ F ആണ്. F ആകൃതിയിലുള്ള ഈ കായല് അദ്വിതീയ ആകൃതിയാണ് ഇതിൻ്റെത്. ശാസ്താംകോട്ട കായലിന് മറ്റു കായലിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിന്റെ ഷേപ്പ് തന്നെയാണ്. ഒരു കായൽ ഇങ്ങനെ F ഷേപ്പിൽ പോകുന്നത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച്, അതാണ് നമ്മുടെ ശാസ്താംകോട്ട. അപ്പൊ ഒരു പ്രത്യേക ഷേപ്പിൽ അത് പോകുന്നു അല്ലെ. ഈ കായൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റാംസാർ പട്ടികയിൽ വേമ്പനാടും അഷ്ടമുടിയും ഒപ്പം
ശാസ്താംകോട്ട കായലും ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ കായലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത് ശുദ്ധജലം കിട്ടണമെന്ന് അറിയോ? ഈ കായലിന് കടലുമായിട്ട് നേരിട്ട് ബന്ധമില്ല. വേമ്പനാട്ട് കായൽ പോയിട്ട് അറബിക്കടലിൽ പതിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ അഷ്ടമുടി കായലാണെങ്കിലും കല്ലടയാറും കൂടി ചേർന്ന് അറബിക്കടലിലേക്ക് പോകുന്നത്. പക്ഷേ ഈ കായലിന് കടലുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കായലിന് ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. ശുദ്ധജലമാണെങ്കിൽ ഇതിനകത്ത് അപ്പൊ വെള്ളം എവിടുന്ന കിട്ടുന്നത്? മെയിൻലി കിട്ടുന്നത് ഭൂഗർഭജലം, മണ്ണിന്റെ അടിയിൽ നിന്നുള്ള വെള്ളം, പിന്നെ മഴ പെയ്യുമ്പോഴുള്ള മഴവെള്ളമാണ് ഈ കായലിന്റെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്, ശാസ്താംകോട്ട കായലിന്റെ. ഓക്കെ, ശാസ്താംകോട്ട കായലിലാണെങ്കിൽ അപൂർവ സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ വസിക്കുന്ന സമൃദ്ധമായിട്ടുള്ള പാരിസ്ഥിതിക വ്യവസ്ഥയാണുള്ളത്. പക്ഷികളുടെ സങ്കേതമായിട്ടും ഈ കായൽ പ്രശസ്തമാണ്. ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ നമ്മുടെ ശാസ്താംകോട്ട കായലിൽ. ശാസ്താംകോട്ട കായൽ കായലുകളുടെ റാണിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. എഫ് ഷേപ്പിലാണ് ഈ കായലുള്ളത്. കടലുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത കായലാണ്. ഭൂഗർഭജലവും അതുപോലെ തന്നെ മഴവെള്ളവുമാണ് ഈ കായലിന്റെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ. റാംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. ഓക്കെ, ഇപ്പൊ കേരളത്തിലെ ശാസ്താംകോട്ട കായൽ അല്ലാണ്ടുള്ള ഇപ്പൊ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കായലുകൾ പഠിച്ചു അല്ലെ, വേമ്പനാട്ടും അഷ്ടമുടി. ശുദ്ധജല തടാകങ്ങൾ ശാസ്താംകോട്ട അല്ലാണ്ട് പിന്നെ ഏതാണ് രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാല് വെള്ളായണി കായലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി. ശാസ്താംകോട്ട കൊല്ലത്താണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായലാണ് കേരളത്തിലെ രണ്ടാമത്തെ ശുദ്ധജല തടാകം എന്ന് പറഞ്ഞത്. ഒരുപാട് ശുദ്ധജല തടാകങ്ങൾ ഉണ്ട് കേരളത്തില്. സെക്കൻഡ് ലാർജസ്റ്റ്, രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായലാണ്. ഓക്കെ, ക്ലിയർ ആയോ? വെള്ളായണി കായലാണ്. ഇനി നമ്മൾ അടുത്ത് പറയേണ്ട ഒരു കായലാണ് പൂക്കോട് തടാകം. PSCയുടെ പലതവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. നമ്മൾ നദികൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കോട് ലേക്കിനെ പറ്റി, വയനാടിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് ലേക്ക്. ഓക്കെ, അപ്പൊ വയനാടുകാർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വയനാട് പോവുകയാണെങ്കിൽ അന്വേഷിക്കുന്നത് എവിടെയാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ തടാകം ഉള്ളത്. 700+ ഹൈറ്റിലാണ് വരുന്നത് പൂക്കോട് തടാകം. ഓക്കെ, തിരുവനന്തപുരംകാര് വെള്ളായണിക്കായൽ അന്വേഷിക്കുക. രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. കൊല്ലംകാർക്ക് രണ്ട് വലിയ കായൽ കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഒന്ന് അഷ്ടമുടി കായൽ, കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ. രണ്ട് ശാസ്താംകോട്ട, ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പൊ രണ്ടും കൊല്ലം ജില്ലയിലാണ് ഉള്ളത് അല്ലെ. ഓക്കെ, ഇനി വെള്ളായണിക്കായലിനെ പറ്റി ഒന്ന് നോക്കാം നമുക്ക്. വെള്ളായണിക്കായല് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളായണിക്കായല് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണെന്ന് മാത്രമല്ല, കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജല കായലും ഏത് തന്നെയാണ്? വെള്ളായണിക്കായലാണ്. കേരളത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ഇത് വെള്ളായണിക്കായല്, തെക്കേ അറ്റത്ത്. ഓക്കെ, വടക്കേ അറ്റത്താണ് നമ്മുടെ പൂക്കോട്, അങ്ങോട്ട് വയനാടാണ്. തെക്കേ അറ്റത്താണ് നമ്മുടെ വെള്ളായണിക്കായൽ കിടക്കുന്നത്. വെള്ളായണിക്കായൽ തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ തെക്കേ അറ്റത്ത് ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാലും കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ് ഇത്, വെള്ളായണിക്കായല്. ഈ കായൽ തിരുവനന്തപുരം നഗരത്തിന്റെ ജലവിതരണത്തിന് പ്രധാന പങ്കാണ്. ശുദ്ധജലം അല്ലെ, ഇപ്പൊ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെ. മത്സ്യബന്ധനം, കായൽ കൃഷി ഒക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിലുകളാണ് ഈ വെള്ളായണിക്കായലിന്റെ. അതുപോലെ ശുദ്ധജല വൈവിധ്യത്തിന്റെ കേന്ദ്രമാണ്, ശുദ്ധജല ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രമാണ്. പക്ഷികളുടെ സങ്കേതമാണ്. പ്രാദേശിക കാലാവസ്ഥയെ നിയന്ത്രിക്കാനായിട്ട് കായലിന് പങ്കുണ്ട്. അവിടുത്തെ ജലവിതരണത്തിന്റെ സ്രോതസ്സാണ്, മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്. ശുദ്ധജലമാകുമ്പോൾ മത്സ്യസമ്പത്ത് ഉണ്ടാകും, ജലവിതരണ സ്രോതസ്സാണ്. അവിടുത്തെ പ്രാദേശിക കാലാവസ്ഥ നിയന്ത്രണത്തിൽ ഇത് പങ്കുവഹിക്കുന്നുണ്ട്. പക്ഷികളുടെ സങ്കേതമാണ്. ശുദ്ധജലത്തിലുള്ള ഒരുപാട് ജൈവ വൈവിധ്യങ്ങൾ കൊണ്ടിട്ട് ഈ കായൽ ഫേമസ് ആണ്. ഇത് വെള്ളായണിക്കായൽ, തിരുവനന്തപുരം ജില്ലയിൽ. ഓക്കെ, വെള്ളായണിക്കായൽ. ഇനി പൂക്കോട് തടാകം. പൂക്കോട് തടാകത്തിന് വയനാട്ടിലെ രത്നം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലൊക്കെ ഭരണഘടനയുടെ രത്നമാണ് ആമുഖം എന്നൊക്കെ പറയുന്ന പോലെ വയനാട് ജില്ലക്കാർക്ക് ഒരു രത്നം ഉണ്ടെങ്കിൽ അത് ഇതാണ്. ഏത്? പൂക്കോട് തടാകമാണ്. കേരളത്തില് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 770 മീറ്റർ ഉയരത്തിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇനി വലിപ്പം നോക്കിയാൽ നമ്മള് കോമ്പറ്റ് ചെയ്യാനില്ല വെള്ളായണിയോടൊന്നും. എന്താ കാര്യം? ശാസ്താംകോട്ടയോടും വെള്ളായണിയോടൊന്നും കോമ്പറ്റ് ചെയ്യാനില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ്. ഓക്കെ, പ്രകൃതി സൗന്ദര്യമൊക്കെ ഭയങ്കര അടിപൊളിയാണ്, പാരിസ്ഥിതിക പ്രാധാന്യമൊക്കെ ഉണ്ട്. നമുക്കുള്ള ഒരു ഈ നമ്മുടെ പൂക്കോടിനുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിപ്പം നിങ്ങൾ നോക്കരുത്, ഏറ്റവും ചെറുതാണ്. പക്ഷേ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആളാരെന്ന് ചോദിച്ചാൽ ആരാണ്? പൂക്കോടാണ്. ചിലപ്പോ വലിയ മുകളിൽ ഉയരത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ അവര് പൊതുവെ വളരെ ചെറിയ സൈസുള്ളവരായിരിക്കാം. അതായത് ഇപ്പൊ ഞാൻ വലിയ എന്ന ഭാവമൊന്നും ഇല്ലാണ്ട് ചെറുതായിട്ട് അതേപോലെയാണ് നമ്മുടെ പൂക്കോടിനെ വിചാരിച്ചാൽ ഒരു കൊച്ചു തടാകം. പക്ഷെ ആള് അങ്ങ് പൊക്കത്താണ്. സമുദ്രനിരപ്പിൽ നിന്നും 770
മീറ്റർ ഉയരത്തിലാണ് പൂക്കോട് തടാകത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ പൂക്കോട്. അപ്പൊ നമ്മൾ ആദ്യം ശാസ്താംകോട്ട പഠിച്ചു. എഫ് ഷേപ്പിലാണ്, കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ശാസ്താംകോട്ട കായല്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഏറ്റവും വലുത് വേമ്പനാട്ടാണ്. ഓഫ്കോഴ്സ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. പിന്നെ കായലുകളുടെ റാണിയാണ് ശാസ്താംകോട്ട. കടലുമായിട്ട് ബന്ധമില്ലാത്ത കായലാണ് ശാസ്താംകോട്ട. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം നമ്മൾ പറഞ്ഞത് വെള്ളായണിയാണ്. വെള്ളായണി തിരുവനന്തപുരം ജില്ലയിലാണുള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാല് സമുദ്രത്തിന്റെ 770 മീറ്റർ ഉയരത്തിൽ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകമാണ്, വയനാട് ജില്ലയിലാണ്. ഓക്കെ. ഇനി കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട തടാകങ്ങൾ കായലുകൾ നമ്മൾ പറഞ്ഞു. ഇനി മറ്റ് ചില തടാകങ്ങളോട് നമുക്ക് പരിചയപ്പെടണം. ഇവിടെ നിന്നൊക്കെ ചില വൺവേർഡ് ചോദ്യങ്ങൾ വന്നേക്കാം. ഒന്ന്, ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം. അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കുക, ഹൃദയം ഒരു വലിയ ചെമ്പ് പോലെ ആകണം നമ്മുടെ ഹൃദയം. ചെമ്പ് എന്ന് പറയുമ്പോൾ എന്താ, നിറയെ ബിരിയാണി ഒക്കെ വേവിക്കാൻ പറ്റിയ വലിയ ചെമ്പ് പോലെ. നമ്മുടെ ഹൃദയം വളരെ വിശാലമായിരിക്കണം അല്ലെ, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനും എല്ലാവരും ഉൾക്കൊള്ളാനും നല്ല കാര്യങ്ങളെയൊക്കെ നിറയ്ക്കാനും പറ്റിയ ഒരു വിശാലമായ ചെമ്പ് പോലത്തെ ഹൃദയം എന്ന് ഓർക്കുക. അപ്പൊ ഹൃദയത്തിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെമ്പ് വരിക, ചെമ്പ്ര തടാകം എന്ന് ഓർക്കുക. കേരളത്തില് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ചെമ്പ്രയാണ്. ചെമ്പ്ര. എവിടെയാണ് ചെമ്പ്ര തടാകം ഉള്ളത്? വയനാട്ടിലാണ്. വയനാട് ജില്ലയിൽ ചെമ്പ്ര പീക്കുണ്ട്, ചെമ്പ്ര കൊടുമുടി, അതിന് മുകളിലാണ് ഇതുള്ളത്. അതിന്റെ ആ ഒരു ഷേപ്പ് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത്, ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ തടാകം കിടക്കുമ്പോൾ കാണാൻ അടിപൊളിയായിരിക്കും അല്ലെ. വയനാട് ജില്ലക്കാർക്ക് പറയാൻ പറ്റുന്ന അഭിമാനമാണ് അവരുടെ പൂക്കോട് തടാകം. സമുദ്രത്തിനായിട്ട് ഉയരത്തിൽ അവർക്ക് ഒരു പൂക്കോട് തടാകമുണ്ട്. ഇപ്പൊ അത് വയനാടിന്റെ രത്നമാണ്. ഇത് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് ചെമ്പ്ര തടാകം. ഇതും ഉയർന്ന പ്രദേശത്ത് തന്നെയാണ്. ചെമ്പ്ര പീക്കിലാണ് ഇതുള്ളത്. പ്രകൃതി സൗന്ദര്യത്തിന് അടിപൊളി, ട്രക്കിംഗ് പ്രേമികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. പീക്കാണല്ലോ, പീക്കിൽ പോയിട്ട് തടാകം കാണാനുള്ള ട്രക്കിംഗുകാർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ചുറ്റും ഒരുപാട് മലനിരകളും മനോഹരമായ കാഴ്ചയും ശാന്തമായ അന്തരീക്ഷവും ഒക്കെ ഉള്ള ഒരു തടാകമാണ് ചെമ്പ്ര തടാകം. സോ എപ്പോഴെങ്കിലും ഒന്ന് വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ചതൊക്കെ ഓർക്കണം. പൂക്കോട് തടാകം, ചെമ്പ്ര തടാകം. ചെമ്പ്ര തടാകത്തിന്റെ ഷേപ്പ് ഹാർട്ട് ഷേപ്ഡ് ആണ്, ഓർത്തേക്കുക കേട്ടോ. ചെമ്പ്ര തടാകം ട്രക്കിങ്ങിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇനി കേരളത്തിന്റെ അതിർത്തിയിലെ കായലുകൾ നമുക്ക് സെപ്പറേറ്റ് ഒന്ന് നോക്കിയാൽ, കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പള കായലാണ്. അത് വയനാടല്ല, ഏറ്റവും വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം, പൂക്കോടല്ല. എന്നാൽ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ പൂക്കോടായിരിക്കും ഒരു പക്ഷെ. പൂക്കോടിന് അപ്പുറത്തും ഉണ്ട് കായലുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായലാണ് ഏറ്റവും വടക്കടുത്തുള്ള കായൽ. ഉപ്പള കേട്ടോ, കാസർഗോഡ്. പൂക്കോട് വയനാടാണ്, അത് കഴിഞ്ഞിട്ട് കണ്ണൂർ, കാസർഗോഡ് ഒരു ഉപ്പള കായലുണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും വടക്കടുത്തുള്ള കായൽ, ഉപ്പള കായൽ. അതുപോലെ ഏറ്റവും തെക്കേടുത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേളിക്കായൽ. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള വേളിയാണ്. വേളി കടലുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ വെള്ളായണി എന്ന് പറഞ്ഞാൽ തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകമാണ്. എന്നാൽ തെക്കേറ്റുള്ള കായലെന്ന് മാത്രം ചോദിച്ചു, ശുദ്ധജലം അല്ലാതെ ജസ്റ്റ് കായലിന് ചോദിച്ചാൽ എന്റെ ആൻസർ വേളിക്കായൽ തന്നെയാണ്. കടലുമായിട്ട് ബന്ധമുള്ള കായലുകളിൽ ഏറ്റവും തെക്കേറ്റത്തുള്ളതാണ് വേളിക്കായൽ. കടലുമായിട്ട് ബന്ധം ഇല്ലാത്ത ഏറ്റവും തെക്കേറ്റത്തുള്ള കായൽ ചോദിച്ചാൽ വെള്ളായണിയാണ്, മാറിപ്പോകരുതേ. തമിഴ്നാട് കേരള ആ ബോർഡറിന്റെ അടുത്താണ് ഈ വേളിക്കായലുള്ളത്, വേളി. ഈ രണ്ട് കായലുകളും കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. അങ്ങ് വടക്ക് ഉപ്പള കായൽ മുതൽ ഇങ്ങ് തെക്ക് നമ്മുടെ വേളിക്കായൽ വരെയാണ് കേരളത്തിന്റെ തീരപ്രദേശം ഇങ്ങനെ കിടക്കുന്നത്. കായലോടത്തൊക്കെ തീരപ്രദേശമാണല്ലോ. അപ്പോ കേരളത്തിന്റെ മൊത്തം ഫിസിയോഗ്രഫിയിൽ എത്ര ശതമാനമാണ് തീരപ്രദേശം എന്നാണ് നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറഞ്ഞ്. തീരപ്രദേശം എത്ര ശതമാനമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? മലനാട് ഇത്ര, ഇടനാട് ഇത്ര, തീരപ്രദേശം എത്രയാണ്? തീരപ്രദേശം എത്ര ശതമാനം ഉണ്ട് പറയൂ? യെസ്, 10% അല്ലെ തീരപ്രദേശം. നമുക്ക് 10% ഉള്ളത്. 10% നമുക്ക് തീരപ്രദേശമാണ് ഉള്ളത്. ഓക്കെ, ഗുഡ്. 10%. 42 ഇടനാടും 48 മലനാടും. അപ്പൊ ഇതങ്ങോട്ട് ഈ നമ്മുടെ കാസർഗോഡ് ഉപ്പള മുതൽ തിരുവനന്തപുരത്തെ വേളി വരെ ഇങ്ങനെ കിടക്കുകയാണ്. ആ കായൽ തീരമൊക്കെ നമ്മുടെ തീരപ്രദേശമായിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ശുദ്ധജല തടാകങ്ങളിൽ ഏറ്റവും വടക്കേറ്റത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപ്പളയല്ല. അല്ലാതെ ജനറലി ഏറ്റവും വടക്കേറ്റുള്ള തടാകം എന്ന് ചോദിച്ചാലാണ് ഉപ്പളം പറയേണ്ടത്. അപ്പൊ ഏറ്റവും വടക്കേറ്റുള്ള ശുദ്ധജല തടാകം ഉപ്പളയാണ് എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വായിച്ചു നോക്കണം. ഏറ്റവും വടക്കേടുത്തുള്ളതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ശുദ്ധജല തടാകം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഉപ്പളയാണെന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കണം, ഉപ്പള ഒരു ശുദ്ധജല തടാകമാണ്. ഉപ്പള എന്ന് പറയുമ്പോൾ തന്നെ ഉപ്പുണ്ട് അല്ലെ, അത് ശുദ്ധജല തടാകം അല്ല. വയനാട് പൂക്കോട് ശുദ്ധജല തടാകമാണ്. അതുപോലെ വേളി ശുദ്ധജല തടാകമാണ്, തെക്കേത്തുള്ള ശുദ്ധജല തടാകമാണ് വേളി എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ആലോചിക്കണം, വേളി ശുദ്ധജല തടാകമാണ്. ഉപ്പളയിലും വേളിയിലും ഒക്കെ ലായുണ്ട്.
അത് രണ്ടും ശുദ്ധജലം അല്ലെന്ന് ഓർത്തോണം. വേളി അതുപോലെ തന്നെ തെക്കേടത്തുള്ള തടാകം എന്നുള്ളതാണ്. തെക്കേടത്ത് വെള്ളായണിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. വേളി കടലുമായിട്ട് ബന്ധമുള്ളതാണ്. ഓക്കെ, അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുണ്ട് ചോദിച്ചോണേ. ഇനി കായംകുളം കായൽ അത്ര ഫേമസ് അല്ലെങ്കിലും മൂന്നാമത്തെ വലിയ കായലാണ്. കേരളത്തിലെ മൂന്നാമത്തെ വലുതാണ് കായംകുളം. ആലപ്പുഴ ജില്ലയിലാണ്. പലരും കായംകുളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൊല്ലം ജില്ല എന്നൊക്കെ തോന്നും, പക്ഷെ ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയില് ഈ കായല് വേമ്പനാട്ട് കായലുമായിട്ട് കണക്ട് ചെയ്താ കിടക്കുന്ന കേരളത്തിലെ മൂന്നാമത്തെ വലിയ കായലാണ് നമ്മുടെ കായംകുളം കായൽ. മത്സ്യബന്ധനമുണ്ട്, കായൽ കൃഷിയുണ്ട്. ഓക്കെ, ഇതിന്റെ സവിശേഷത പറഞ്ഞ ഇത് വേമ്പനാട്ട് കായലുമായിട്ട് ചേർന്ന കിടക്കണേ. അതുപോലെ സമൃദ്ധമായിട്ടുള്ള മത്സ്യസമ്പത്തുള്ള ഒരു കായലാണ് കായംകുളം കായല്. കായൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കായംകുളം കായല്. ജലഗതാഗതത്തിന് പ്രധാനമാണ്. അവിടുത്തെ പ്രാദേശിക സമ്പത്ത് വ്യവസ്ഥ നട്ടലാണ്. മിക്കവാറും കായലുകൾക്കൊക്കെ ഈ പോയി സവിശേഷതകൾ ഉണ്ടല്ലേ. കായലാണെങ്കിൽ അവിടെ മത്സ്യസമ്പത്ത് ഉണ്ടാകും ഉറപ്പായിട്ടും. മത്സ്യമൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക പ്രാധാന്യം ഉള്ള ഒരു സ്ഥലമായിരിക്കും. പിന്നെ കായലാകുമ്പോ കായൽ കൃഷി, കായലിനോട് ചേർന്നിട്ട് ഇപ്പം പലരും ചെമ്മീൻ കെട്ട് പോലെ അങ്ങനെ കായൽ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമായിരിക്കും. പിന്നെ എന്താണ്, പിന്നെ കായലാകുമ്പോ ഓഫ് കോഴ്സ് ടൂറിസം, അതുപോലെ വാട്ടർ ഗതാഗതം, ജലഗതാഗതം. അപ്പൊ പിന്നെ അത് അവിടുത്തെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയായിട്ട് കണക്റ്റഡ് ആണ്. ഇതൊക്കെ എല്ലാ കായലിലും തന്നെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ്, ഈ സവിശേഷതകൾ അല്ലെ. അപ്പൊ ഇവിടെ കായംകുളം നഗരത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കായലാണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ കായലായ കായംകുളം കായൽ. ഓക്കെ, ഇനി ഇടവ കായൽ കേട്ടിട്ടുണ്ടോ? ഇടവ ഇപ്പം നമ്മൾ തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ ട്രെയിനിന് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഇടവ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ കാണാം, ഈ നമ്മൾ ആ കൊല്ലം അങ്ങോട്ട് പോകുമ്പോൾ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ കായൽ കാണാൻ പറ്റും. ട്രെയിനിലൊക്കെ ഇരുന്നാലും ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ആ വ്യൂ കാണാനായിട്ട്. അപ്പൊ അവിടെ ഒന്നുണ്ട്, ഇടവ കായലുണ്ട്. വളരെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു കായലാണ്. മാത്രമല്ല കടലുമായിട്ട് ബന്ധപ്പെട്ട ഈ കായലും കിടക്കുന്ന അറബിക്കടലുമായിട്ട് കണക്ഷൻ കാണുന്നു. അപ്പൊ ഈ കായല് കടലുമായിട്ട് ബന്ധപ്പെട്ടിൽ ഏറ്റവും ചെറുതാണ്. ഏത്? നമ്മുടെ ഇടവക്കായൽ. ഇതിനു മുന്നേ നമ്മൾ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞ് പഠിച്ചു പറഞ്ഞ പൂക്കോടാണ്, ശുദ്ധജല തടാകമാണ് അത്. അപ്പൊ അല്ലാണ്ട് ഏറ്റവും ചെറിയ കടലുമായിട്ട് ബന്ധപ്പെട്ട കായലിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഇടവയാണ്. അപ്പൊ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലുത് വേമ്പനാട് കായലാണെങ്കിൽ ഏറ്റവും ചെറുത് ഇടവയാണ്. കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇല്ലാത്ത ശുദ്ധജലം ആണെങ്കിൽ ഏറ്റവും വലുത് ശാസ്താംകോട്ടയാണ്, ചെറുത് പൂക്കോട് ലേക്കാണ്. ഓക്കെ, ഇടവ കടലുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഏറ്റവും ചെറുതാണ് ഇടവ എന്ന് ഓർക്കുക കേട്ടോ. പാരിസ്ഥിതിക പ്രാധാന്യം ഉണ്ട്, ജൈവവൈവിധ്യങ്ങളുടെ സംരക്ഷണ കേന്ദ്രമാണ്, പ്രാദേശിക മത്സ്യബന്ധനവും ഉണ്ട് ഇടവയുടെ ചോദ്യം ഇതാണ്. ശുദ്ധജലം അല്ലാതെ കടലുമായിട്ട് ബന്ധപ്പെട്ടില്ല ഏറ്റവും ചെറുതാണ് ഇടവ. എവിടെയാണ് ഇടവ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ നമ്മുടെ കൊല്ലം ആ ഒരു ഭാഗത്താണ് ഇടവ കായൽ വരുന്നത്. ഇനി തൃശ്ശൂർ ജില്ലയ്ക്ക് ഒന്ന് പോയാലോ. നമ്മൾ എറണാകുളം, ആലപ്പുഴ, കോട്ടയത്തുള്ള നമ്മുടെ വേമ്പനാട്ട് കായലിനെ കണ്ടു. പിന്നെ കൊല്ലം ജില്ലയിലുള്ള അഷ്ടമുടി കായലിനെ കണ്ടു. തിരുവനന്തപുരം ജില്ലയിലുള്ള വെള്ളായണി കായലിനെയും വേളി കായലിനെയും കണ്ടു. പിന്നെ നമ്മുടെ ആലപ്പുഴയിലുള്ള കായംകുളം കായലിനെ കണ്ടു. വയനാടുള്ള പൂക്കോട് ലേക്കിനെ നമ്മൾ കണ്ടു. കാസർഗോഡുള്ള ഉപ്പള കായലിനെ കണ്ടു അല്ലെ. നമ്മൾ കാണാത്ത പല സ്ഥലങ്ങളും ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ നാഷണൽ വാട്ടർവേ 3 കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ലെ കോഴിക്കോട് വരെ പോകുന്നുണ്ട്. അത് ഏത് കായലിലാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറഞ്ഞേ. നാഷണൽ വാട്ടർവേ 3 ഏത് കായലിലാണ് നോക്കട്ടെ. നാഷണൽ വാട്ടർവേ 3 സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് കായലാണെന്ന് ഓർമ്മയുണ്ടോ നോക്കട്ടെ. നാഷണൽ വാട്ടർവേ 3 സ്റ്റാർട്ട് ചെയ്യുന്ന കായൽ ഏതാണ്? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. നാഷണൽ വാട്ടർവേ 3 കൊല്ലം ടു കോട്ടപ്പുറം ഏത് കായലിൽ സ്റ്റാർട്ട് ചെയ്യും? യെസ്, വെരി ഗുഡ്. യെസ്, അഷ്ടമുടി കായലാണ്. ഓർമ്മിക്കുന്നത് അഷ്ടമുടി കായൽ. ഓക്കെ, അപ്പൊ നമ്മള് ഈ പല ജില്ലകളുടെയും കണ്ടു. തൃശ്ശൂര് നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എറണാകുളത്തിന് വേമ്പനാടുണ്ട്. അപ്പൊ തൃശ്ശൂര് നോക്കാം. അപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ പറഞ്ഞു, കൊല്ലത്തെ കായലും കണ്ടു. പത്തനംതിട്ടയ്ക്ക് കടലൊന്നും ഇല്ല, കടൽത്തീരമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കോട്ടയം നമ്മുടെ വേമ്പനാട്ട് കായലുണ്ട്. പിന്നെ ഇടുക്കിയിലൊന്നും കായലില്ല അല്ലെ. കോട്ടയം, ഇടുക്കി, പിന്നെ എറണാകുളത്ത് വേമ്പനാട്ടുണ്ട്. പിന്നെ തൃശ്ശൂര് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ശുദ്ധജല കായലാണ് ഏനമാക്കൽ. ഓർത്തോണം, ഏനമാക്കൽ കായൽ ശുദ്ധജല തടാകമാണ് കേട്ടോ. ഏനമാക്കൽ പക്ഷികളുടെ സങ്കേതമാണ് ഈ ഏനമാക്കൽ. ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു വിന്റർ സീസണിൽ ചെല്ലുകയാണെങ്കിൽ ദേശാടന പക്ഷികൾ വരും ഏനമാക്കൽ കായലിലേക്ക്. ദേശാടന പക്ഷികളെയൊക്കെ കാണാൻ പറ്റും.
തൃശ്ശൂർ ജില്ലക്കാർക്ക് അറിയാമോ എന്ന് ആലോചിക്കുക. അറിയാമെങ്കിൽ പറയാം. ഏനമാക്കൽ. ഏനമാക്കൽ. തൃശ്ശൂരിൽ ആരുണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഏനമാക്കൽ. കായൽ കൃഷിയും മത്സ്യബന്ധനവും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണ്. എല്ലായിടത്തും അതുണ്ട് അല്ലെ? മത്സ്യബന്ധനവും കായൽ കൃഷി. ജില്ല പഠിക്കുക. ഏനമാക്കൽ. കായൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. കായൽ ഏനമാക്കൽ കായലാണ്. ദേശാടന പക്ഷികളാണ് അവിടെ ഫേമസ്. ഇനിയുള്ളത് കണ്ടോ, മനക്കൊടിക്കായൽ. മനക്കൊടി അതെവിടെയാ? തൃശ്ശൂരിലെ മറ്റൊരു ശുദ്ധജല കായലാണ് മനക്കൊടി. തൃശ്ശൂരിലെ ഏനമാക്കൽ, മനക്കൊടി രണ്ടിനും ഏന മന കണക്ട് ചെയ്യാം. തൃശ്ശൂര് ഏനയും മനയും. മനക്കൊടിക്കായൽ അതും ശുദ്ധജല. ഇത് രണ്ട് ശുദ്ധജല കായലാണ് കേട്ടോ തൃശ്ശൂരുള്ളത്. ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്, പ്രകൃതി സൗന്ദര്യം ഉണ്ട്, അവിടുത്തെ ജനജീവിതത്തിലൊക്കെ പ്രധാന പങ്കുവയ്ക്കുന്ന കായലാണ് മനക്കൊടിക്കായൽ. തൃശ്ശൂരിലെ രണ്ടെണ്ണം ഏനമാക്കലും മനക്കൊടി. ഓക്കെ. ഇനി മലപ്പുറത്തേക്ക് പോയാലോ? മലപ്പുറം. തൃശ്ശൂർ കഴിഞ്ഞാൽ പാലക്കാട്. പാലക്കാട് കടൽത്തീരമൊന്നും ഇല്ല, അപ്പൊ അവിടെ കായൽ കാണത്തില്ല. ഇനി മലപ്പുറം പോയിട്ടുണ്ടെങ്കിൽ BM കായൽ. മലപ്പുറത്ത് BM കായൽ പ്രധാനപ്പെട്ട കായലാണ്. BM കായൽ മത്സ്യസമ്പത്തൊക്കെ ഉള്ള BM കായൽ. മത്സ്യസമ്പത്തിനാണ് അത് ഫേമസ്. സമൃദ്ധമായിട്ടുള്ള മത്സ്യസമ്പത്തുണ്ട്. മലപ്പുറംകാർക്ക് അറിയാം BM കായൽ. അപ്പൊ നമ്മള് കേരളത്തിലെ കായലുകളെ പറ്റിയിട്ട് അത്യാവശ്യം പോയിന്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു സമ്മറിയാണ് കേട്ടോ. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? കേരളത്തില് 34 കായലുകൾ. കടലുമായിട്ട് ബന്ധപ്പെട്ട എത്ര കായലുണ്ട്? 27 കായലുകളാണ് കടലുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ പറഞ്ഞതാണ്. ഏത് ഉൾനാടൻ ജലാശയങ്ങളുണ്ട്? എത്ര റാംസർ സൈറ്റുകളുണ്ട്? 3 ഇതിലൊക്കെ ഏത് വേണമെങ്കിലും ചോദ്യമായിട്ട് ചോദിക്കാം. കേരളത്തിൽ നിന്ന് റാംസർ സൈറ്റിലോട്ട് എത്ര കായലുകളുണ്ട്? ആൻസർ 3. കേരളത്തിൽ ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34. എത്ര ഉൾനാടൻ ജലാശയങ്ങളുണ്ട്? 7. സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട, കടലുമായിട്ട് ബന്ധപ്പെട്ട എത്ര കായലുണ്ട്? 27. 4 ഇമ്പോർട്ടന്റ് നമ്പേഴ്സ് ആണ്. ഇനി നമുക്കൊരു ക്വിക്ക് ഒരു റീക്യാപ്പ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ വേമ്പനാട്ട് കായലിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. 205 കിലോമീറ്റർ ആണ് വിസ്തീർണം. 3 ജില്ലകളിലാണ് അല്ലെ വേമ്പനാട്ട് കായൽ. ഏതൊക്കെയാണ്? എറണാകുളം, നമ്മുടെ കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പോർട്ട്, ഒരു തുറമുഖമാണ്. ഏത് ഫേമസ് തുറമുഖമാണ്? കൊച്ചി തുറമുഖം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ട് നമ്മൾ കണ്ടു, ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു, അഷ്ടമുടി കായല്. ഏറ്റവും ആഴം കൂടിയ കായലാണ്, പണിയോലയുടെ ഷേപ്പിലാണ്. പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടി കായലിലാണ്. ഓർമ്മയുണ്ടോ? 8ന്റെ പണി കിട്ടിയത് നമ്മൾ പറഞ്ഞു. 1988 ജൂലൈ 8-നാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. ഇനിയുള്ളത് ശാസ്താംകോട്ട. ശാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. F ഷേപ്പിലാണുള്ളത്. കായലുകളുടെ റാണി എന്നറിയപ്പെടുന്നു ശാസ്താംകോട്ട കായൽ. കായലുകളുടെ റാണിയാണ് ശാസ്താംകോട്ട കായൽ. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ റാണി ശാസ്താംകോട്ടയാണ്. ഇനി കായലുകളുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട നിർമ്മിതികൾ നമ്മൾ പഠിച്ചതിൽ ഒന്നാണ് ഇത്, തണ്ണീർമുക്കം ബണ്ട്. ചോദ്യപേപ്പറിൽ ആവർത്തിച്ച് വരാറുണ്ട്. 1975 കുട്ടനാട്ടിലെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ബണ്ടാണ് തണ്ണീർമുക്കം. അതുപോലെ കൊച്ചി തുറമുഖം, വേമ്പനാട്ട് കായലിൽ ഉള്ള തുറമുഖം, ഇന്ത്യയിലെ ഏക തടാകജന്യ തുറമുഖമാണ് കൊച്ചി തുറമുഖം. പിന്നെ നമ്മൾ കണ്ടത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. 55 വെള്ളപ്പൊക്ക നിയന്ത്രണത്തിൽ നിർമ്മിച്ചതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. പിന്നെ നമ്മൾ കണ്ടു നമ്മുടെ അഷ്ടമുടി കായലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലം ടു കോട്ടപ്പുറം കണക്ട് ചെയ്യുന്ന നാഷണൽ വാട്ടർവേ 3, അത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ദ്വീപ് പഠിച്ചായിരുന്നു. വെല്ലിംഗ്ടൺ ദ്വീപ് പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും വലിയ മാൻമെയ്ഡ് മനുഷ്യനിർമ്മിത ദ്വീപാണ്. നേരെ തിരിച്ച് ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ പാതിരാ മണലാണ്. രണ്ടും നമ്മുടെ വേമ്പനാട്ട് കായലിലാണ്. പിന്നെ കാക്കത്തുരുത്ത് നാഷണൽ ജിയോഗ്രഫി പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ദ്വീപാണ് കാക്കത്തുരുത്ത്, നമ്മുടെ വേമ്പനാട്ട് കായലിലുള്ള ദ്വീപാണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേരളത്തിലെ ദ്വീപ് ഏതാണ്? വൈപ്പിൻ ദ്വീപാണ് വേമ്പനാട്ട് കായലിൽ. 4 ദ്വീപ് നമ്മൾ പഠിച്ചതാണ്. വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട 4 ദ്വീപുകളാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്, നമ്മുടെ വൈപ്പിൻ ഐലൻഡ്, പാതിരാ മണല്, കാക്കത്തുരുത്ത്. ഓരോന്നിനും പ്രത്യേകതയുണ്ട്. വെല്ലിംഗ്ടൺ മാൻമെയ്ഡ് ആണ്, ഏറ്റവും വലിയ മാൻമെയ്ഡ് ആണ്. പാതിരാ മണൽ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ്. വൈപ്പിന് ഏറ്റവും ജനസാന്ദ്രതയുള്ളതാണ്. കാക്കത്തുരുത്ത് നാഷണൽ ജിയോഗ്രഫി പട്ടികയിൽ ഉള്ള ദ്വീപാണ് കാക്കത്തുരുത്ത്. ഓക്കെ. ഇനി നമ്മുടെ നൂതന സംരംഭങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദിത്യനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോളാർ ബോട്ട് ആണ് ആദ്യത്തെ. വേമ്പനാട്ട് കായലിൽ വൈക്കം മുതൽ തവണക്കടവ് വരെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ട് സർവീസ് ആണ് നമ്മുടെ ആദിത്യ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ സീപ്ലെയിൻ സർവീസിനെ പറ്റി പറഞ്ഞു അല്ലെ. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് അഷ്ടമുടി കായലിൽ ആരംഭിച്ചതാണ്.
ജലവിമാന സർവീസിന്റെ സാധ്യതകളൊക്കെ പര്യവേഷണം ചെയ്യുന്ന ഒരു പരീക്ഷണ സംരംഭം കൂടിയാണ് സീപ്ലെയിൻ നമ്മുടെ അഷ്ടമുടി കായൽ. വേമ്പനാട്ടിലെ ആദ്യത്തെ സീപ്ലെയിൻ അഷ്ടമുടിയില്ല, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ കായലുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കോഡ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മീനയുടെ അച്ഛൻ മാല വാങ്ങാനായിട്ട് പമ്പയും പെരിയാറും താണ്ടി മൂവാറ്റുപുഴയിൽ പോയി എന്ന് കോഡ് വെച്ചിട്ട് മീനച്ചിലാറ്, അച്ചൻകോവിലാറ്, മണിമലയാറ്, പമ്പാ നദി, പെരിയാറ്, മൂവാറ്റുപുഴ എല്ലാം വന്ന് പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മീനച്ചിലാറ്, അച്ചൻകോവിലാറ്, മാല മണിമലയാറ്, പമ്പാ നദി, പെരിയാർ നദി, മൂവാറ്റുപുഴയാറ് എല്ലാം വന്ന് പതിക്കുന്ന എവിടെയാണ്? നമ്മുടെ വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ. ഇനി കായലുകളുടെ ആകൃതി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെ ഈ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഇങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത്. എന്ത് പഠിക്കുമ്പോഴും കമ്പയർ ചെയ്യുമ്പോഴും ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. അതായത് ഏറ്റവും വലുത്, വടക്കേ അറ്റത്തത്, തെക്കേ അറ്റത്തത്, ഒരേപോലെ ഷേപ്പിലുള്ളത്, പിന്നെ ഏതൊക്കെ നദികൾ വന്ന് പതിക്കുന്നു, ഏതൊക്കെ ഐലൻഡ് ആണ് അതിന്റെ, അങ്ങനെ നിങ്ങളും കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു ടേബിൾ ഉണ്ടാക്കാം. വേമ്പനാട്ട് കായൽ കുഞ്ഞു പോയിന്റ്സ് എഴുതിയാൽ മതി. അഷ്ടമുടി, ശാസ്താംകോട്ട പ്രധാനപ്പെട്ട അങ്ങോട്ട് എഴുതുക. ഒരൊറ്റ വായനയിൽ നമ്മുടെ റിവിഷൻ കഴിഞ്ഞു കിട്ടും. ഓക്കെ. അഷ്ടമുടിക്കായല് പനയോലയുടെ ആകൃതിയിലാണ്. ഇനി ഇങ്ങനെയും ചോദിക്കാം, നീരാളിയുടെ ആകൃതി എന്ന് ചോദിച്ചാൽ നീരാളി അങ്ങനെയല്ല, ഒക്ടോപ്പസ് ആണല്ലോ, അതും അതുപോലെയല്ലേ, 8 ബ്രാഞ്ച് പോലെയല്ലേ കിടക്കുന്നത്. സോ നീരാളിയുടെ ആകൃതി എന്ന് ചോദിച്ചാലും നമ്മുടെ ലോജിക് വെച്ച് നമ്മൾ ആൻസർ കൊടുക്കണം. അഷ്ടമുടിക്കായലാണ്, 8 ശാഖയാണുള്ളത്. ശാസ്താംകോട്ട ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ഷേപ്പിലാണ് ഉള്ളത് കേട്ടോ, എഫ് ഷേപ്പിലാണ്. പിന്നെ ഹാർട്ട് ഷേപ്പിഡ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ഹൃദയത്തിന്റെ ഷേപ്പിലൊരു കായൽ പറഞ്ഞു. നമ്മുടെ ഹൃദയം ചെമ്പ് പോലെ വിശാലമാണെങ്കിൽ ചെമ്പ്രയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള വയനാട് ജില്ലയിലെ തടാകം എന്ന് പറയുന്നത്. പ്രണയിനികളുടെ ഒക്കെ പ്രിയപ്പെട്ട സ്ഥലവും കൂടിയാണ്, ഹാർട്ട് ഷേപ്പ്ഡ് ആണ് അല്ലെ. പ്രണയത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഹൃദയത്തിന്റെ ഷേപ്പ് കാണിക്കണമെന്നുണ്ടെങ്കിൽ പ്രണയിനികളുടെ പ്രിയ സ്ഥലമാണ് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ചെമ്പ്ര തടാകം. ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന സ്ഥലമാണ്, ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് ചെമ്പ്ര. പൂക്കോട് തടാകം, അതിന്റെ ഷേപ്പ് നോക്കിക്കോളൂ. ഭൂപടത്തിന്റെ ഇന്ത്യയുടെ മാപ്പ് ഉണ്ടല്ലോ, ഇന്ത്യയുടെ മാപ്പ് പോലെ പൂക്കോട് കിടക്കുന്നു. വയനാട് ജില്ലയിലെ ചെറിയ തടാകം അല്ലെ, വയനാട്ടിലെ കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകമാണ് പൂക്കോട്. എന്നാൽ സമുദ്രത്തിന്റെ 770 മീറ്റർ ഉയരത്തിലാണ് പൂക്കോട് ഉള്ളത്. അതിന്റെ ഷേപ്പ് എങ്ങനെയാ? ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലാണ് പൂക്കോട് തടാകം ഉള്ളത്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കോട് തടാകമാണ്. എവിടെയാണ് ജില്ല? വയനാട് ജില്ലയാണ്. ഓക്കെ. അപ്പൊ അഷ്ടമുടി കൊല്ലത്ത്, വേമ്പനാട്ട് എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ശാസ്താംകോട്ടക്കായലും കൊല്ലത്ത് തന്നെ, പൂക്കോട് അങ്ങ് വയനാട്, ചെമ്പ്ര തടാകവും വയനാടാണ് പൂക്കോടും ചെമ്പ്രയും. പൂക്കോടിന് ഇന്ത്യൻ മാപ്പിന്റെ ഷേപ്പ്, ചെമ്പ്രയ്ക്ക് നമ്മുടെ ഹാർട്ടിന്റെ ഷേപ്പ്. ഓക്കെ. ഇനി വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ കേരളം കായലുകളുടെ നാടാണ് കേരളം. ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് കേരളമാണ്. ലാൻഡ് ഓഫ് ലഗൂൺസ്, ലഗൂണുകളുടെ നാട് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? നമ്മുടെ കേരളമാണ്. ഓക്കെ. ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സും ലാൻഡ് ഓഫ് ലഗൂൺസും. നിങ്ങൾക്ക് എക്സാമിന്റെ തലേദിവസമൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ നോട്ടിന്റെ ലാസ്റ്റ് പാർട്ട് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും, നിങ്ങൾ നന്നായിട്ട് പഠിച്ച ടോപ്പിക്സ് ആകുമ്പോൾ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ തന്നെ എല്ലാം ചെയ്ത് കൊണ്ടുവരുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കേരളം കായലുകളുടെ നാടാണ്, ലഗൂണുകളുടെ നാടാണ് കേരളം. കേരളത്തിന്റെ കായലുകളിലേക്കുള്ള കവാടം, ഗേറ്റ് വേ ടു ദ ബാക്ക്വാട്ടേഴ്സ് ഓഫ് കേരള എന്ന് വിളിക്കുന്ന അഷ്ടമുടി കായലിനെയാണ്. കായലുടെ റാണി എന്ന് വിളിക്കുന്ന ആരെയാണ്? ശാസ്താംകോട്ട കായലിനെയാണ്. മാറിപ്പോകരുത്, റാണി ശാസ്താംകോട്ടയാണ്. പിന്നെ കായലിലേക്കുള്ള കവാടം എന്ന് പറയുന്നതാണ് അഷ്ടമുടി കായല്. ആൻഡ് കായലുകളുടെ നാടാണ് നമ്മുടെ കേരളം, ലഗൂണുകളുടെ നാടാണ് കേരളം. ഇനി കായലുകളുടെ റെക്കോർഡ്സ് പറയുകയാണെങ്കിൽ വേമ്പനാട്ട് കായല് ഇതിലെ ഏറ്റവും വലിയ കായല്, ഏറ്റവും നീളം കൂടിയ കായൽ. അഷ്ടമുടിനെ പറ്റി പറഞ്ഞ ഏറ്റവും ആഴം കൂടിയതിന് 1ാം സ്ഥാനം. 1ാം സ്ഥാനത്തുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ടിന് 1ാം സ്ഥാനം ഉള്ളത്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു വേമ്പനാട് ഫോർ വാട്ട്? ദ ലാർജസ്റ്റ് ലേക്ക് ഇൻ കേരള, ഓൾസോ ലോങ്ങസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിലെ ഏറ്റവും വലുതുമാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ. ഇനി അഷ്ടമുടിക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനു കൊടുക്കണം ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അഷ്ടമുടി ഫോർ ദ ഡീപ്പസ്റ്റ് അല്ലെ, ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി. ശാസ്താംകോട്ടയ്ക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പറഞ്ഞ് എന്തിനു കൊടുക്കണം? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നതിനായിരിക്കണം ശാസ്താംകോട്ടയ്ക്ക് ഫസ്റ്റ് പ്രൈസ്. പൂക്കോടിനോ? 1ാം സ്ഥാനം എന്തിനായിരിക്കും പൂക്കോടിന്? ഉയരത്തില് 1ാം സ്ഥാനം, ഏറ്റവും ഉയരത്തില് സ്ഥിതി ചെയ്യുന്ന എന്നുള്ള രീതിയിൽ 1ാം സ്ഥാനം കൊടുക്കാം. വലിപ്പത്തിൽ ഏറ്റവും ചെറുതെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ബാക്കിൽ നിന്ന് 1ാം സ്ഥാനം കൊടുക്കാം അല്ലെ നമ്മുടെ പൂക്കോടിന്. ഓക്കെ. പൂക്കോട് എവിടെയാണ്? പൂക്കോട് ഏത് ജില്ലയിലാണ്? പൂക്കോട് വയനാട് ജില്ലയില്, ഇന്ത്യയുടെ മാപ്പിന്റെ ആകൃതിയിലാണ്. ഇനി നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കാസർഗോഡ് ഉള്ള കായലുകളാണ് കേട്ടോ. കവ്വായി കായല് അതുകൊണ്ടായിരിക്കണം ജലപാത പറഞ്ഞു കേട്ടോ.
നമ്മുടെ വളപട്ടണം പുഴ കണ്ണൂരാണ്, കവ്വായിയും കണ്ണൂരാണ്. ഒരു പക്ഷേ കവ്വായി കാസർഗോഡേട്ട് ഒഴുകുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ജലപാത കാസർഗോഡ് എന്ന് പറയാനുള്ള റീസൺ. ഉപ്പളക്കായൽ കാസർഗോഡാണ്, ചിത്താരി കാസർഗോഡാണ്, കവ്വായി കാസർഗോഡാണ്. ഞാൻ കവ്വായി ഒന്നൊരു കൺഫേം ചെയ്യണം, കവ്വായി. പിന്നെ കണ്ണൂരാണ് വളപട്ടണം പുഴ, കുന്നത്തൂർ കായലൊക്കെ കണ്ണൂരാണ്, വളപട്ടണവും കുന്നത്തൂരും. കോഴിക്കോടാണ് നമ്മുടെ കല്ലായി കടവത്ത് എന്ന പാട്ട് കേട്ടിട്ടില്ലേ, കല്ലായി കോഴിക്കോടാണ്, പുറപ്പുഴ കായൽ കോഴിക്കോട്. എറണാകുളത്ത് വേമ്പനാട്ട് കായൽ, പരവൂർ കായലൊക്കെ ഉണ്ട് എറണാകുളത്ത്, വേമ്പനാട്ട് കായൽ എറണാകുളത്ത്. തൃശ്ശൂർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഏനമാക്കല് മനക്കൊടി കായൽ. മലപ്പുറം പറഞ്ഞു BM കായൽ. ആലപ്പുഴ വേമ്പനാട്ട് കായൽ, കായംകുളം കായൽ മൂന്നാമത്തെ വലുത്, കായംകുളം ആലപ്പുഴയില. കോട്ടയം ചോദിച്ചാൽ അവർക്ക് വേമ്പനാട്ട് കായലാണ്. കൊല്ലത്തിന് അഷ്ടമുടി ഉണ്ട്, ശാസ്താംകോട്ടയുണ്ട്, പിന്നെ പരവൂർ കായലുണ്ട്, ഇടവയൊക്കെ ഉണ്ട്. തിരുവനന്തപുരംകാരുടെ അത് എഴുതിയില്ല. തിരുവനന്തപുരംകാരുടെ കായലുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരത്ത് 2 ഉണ്ട്. അങ്ങ് തെക്കേറ്റത്ത് ഏതൊക്കെയാണ്? തെക്കേറ്റത്തുള്ള ഏറ്റവും വലിയ കായൽ ഏതാണ് തിരുവനന്തപുരത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേളിക്കായൽ, പിന്നെ ശുദ്ധര തടാകത്തിൽ വെള്ളായണി, രണ്ടും തിരുവനന്തപുരത്താണ്. കൊല്ലത്ത് അഷ്ടമുടിയും ശാസ്താംകോട്ടയും ഉണ്ട്. ആലപ്പുഴയ്ക്ക് കായംകുളം ഉണ്ട്. പത്തനംതിട്ടയ്ക്ക് ഒന്നും പറഞ്ഞില്ല അല്ലെ, പത്തനംതിട്ടയ്ക്ക് കടലൊന്നും ഇല്ല. ആലപ്പുഴയ്ക്ക് കായംകുളം ഉണ്ട്, പിന്നെ ഏതാ നമ്മുടെ വേമ്പനാട്ടുണ്ട് ആലപ്പുഴ. പിന്നെ കോട്ടയത്തിന് വേമ്പനാട്ടുണ്ട്, ഇടുക്കിക്കില്ല. എറണാകുളത്ത് നമ്മുടെ വേമ്പനാട്ട് കായലുണ്ട്, പരവൂർ കായലുണ്ട്. തൃശ്ശൂർ ഏനമാക്കല് മനക്കൊടിയുണ്ട്. പാലക്കാട് ഇല്ല. മലപ്പുറത്ത് BM കായലുണ്ട്. കോഴിക്കോട് പുറപ്പുഴ കായലും കല്ലായി കായലും. കോഴിക്കോട് പുറപ്പുഴ കായലും കല്ലായി കായലുമാണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. വയനാട് ചെമ്പ്ര തടാകമുണ്ട്, പൂക്കോട് തടാകമുണ്ട് വയനാട്. പിന്നെ കണ്ണൂരാണ് നമ്മുടെ കവ്വായി ഉണ്ട്, വളപട്ടണം പുഴയാണ് അല്ലെ, വളപട്ടണം കായലും ചെറിയ സൈസാണ്, അതുകൊണ്ടാണ് കണ്ണൂര്. ദെൻ കാസർഗോഡ് ഉപ്പള കായല്, കവ്വായി കായല്, ചിത്താരി കായൽ. മലപ്പുറം പറഞ്ഞില്ല, മലപ്പുറത്ത് BM കായൽ. അപ്പൊ 14 ജില്ലയിലും ഉള്ള പ്രധാനപ്പെട്ട കായലുകളുടെ കുറച്ച് പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വേളിക്കായൽ, വെള്ളായണിക്കായൽ, കഠിനംകുളം കായൽ. വയനാട് പൂക്കോട്, ചെമ്പൈ. ഓക്കെ. ഇനി കായലുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 വ്യക്തികളുടെ പേര് പഠിച്ചു. ഒന്ന് റോബർട്ട് ബ്രിസ്റ്റോ, കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയാണ്, ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ കൊച്ചി തുറമുഖത്തിന്റെ ആധുനികവൽക്കരണത്തിന് നേതൃത്വം കൊടുത്തു. വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്, അതിന്റെ സൃഷ്ടിയിൽ പ്രധാന പങ്കുണ്ട്. അപ്പൊ റോബർട്ട് ബ്രിസ്റ്റോ നമ്മൾ കണ്ടായിരുന്നു, കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത്. മൺട്രോ തുരുത്ത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, അഷ്ടമുടി കായലിലെ ടൂറിസത്തിനൊക്കെ ഫേമസ് ആയിട്ടുള്ള, അത് അഷ്ടമുടി കല്ലടയോട് ചേരുന്ന ഭാഗത്താണോ? അവിടെ ഒരു ദ്വീപ് നമ്മൾ പറഞ്ഞില്ലേ, മൺട്രോ തുരുത്ത്. ആ മൺട്രോ തുരുത്തിലെ മൺട്രോ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മൺട്രോനെ പരിചയപ്പെടും. ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ മൺട്രോ തുരുത്ത് അറിയപ്പെടുന്നത്. പക്ഷെ കേരളത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിലൊക്കെ പ്രധാന പങ്കുണ്ടായിരുന്നു കേരള മൺട്രോയ്ക്ക്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥാണ് മൺട്രോ തുരുത്തിന് പേര് കായലിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. റോബർട്ട് ബ്രിസ്റ്റോനെയും മൺട്രോനെ. പിന്നെ വില്ലിംഗ്ടൺ പ്രഭുവിന്റെ പേരിലാണ് വില്ലിംഗ്ടൺ ഐലൻഡ് ഉള്ളത് വേമ്പനാട്ട് കായലിൽ. ഇനി വള്ളംകളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നെഹ്റു ട്രോഫി വള്ളംകളി നമ്മൾ ഓൾറെഡി പറഞ്ഞു, പുന്നമട കായലിലാണ്. അത് എപ്പോഴാണ് നടക്കുക? ഓഗസ്റ്റ് മാസം, അത് ഓണത്തിന്റെ സമയത്താണെന്ന് ഓർക്കണേ. ഓഗസ്റ്റിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് നടത്താറ് നെഹ്റു ട്രോഫി. അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിലുള്ള മറ്റൊന്നാണ് ചമ്പക്കുളമാണ് കേട്ടോ, ചമ്പക്കുളം മൂലം ബോട്ട് റേസ് നമ്മുടെ വേമ്പനാട്ട് കായലിലാണ് നടക്കുന്നത്. ചമ്പക്കുളം മൂലം ബോട്ട് റേസ് വേമ്പനാട്ട് കായലിൽ. പിന്നെ പ്രസിഡൻസി ട്രോഫി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഷ്ടമുടി കായലിലാണെന്ന് പറഞ്ഞു, കൊല്ലം ജില്ലയിൽ. അരന്മുള വള്ളംകളി, അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ, ആറന്മുള എന്നാണ്, ടൈപ്പോ എററാണ്. ആറന്മുള എന്ന് വായിക്കണേ. ആറന്മുള വള്ളംകളി നമ്മൾ ഓൾറെഡി പമ്പാ നദി പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു അല്ലെ. പമ്പാ നദിയിൽ നടക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി എന്ന് പറയുന്നത് കേട്ടോ. ആറന്മുള വള്ളംകളി പമ്പാ നദിയിലാണ്, ഞാൻ കറക്റ്റ് ചെയ്തത്. ആറന്മുള വള്ളംകളി ഉള്ളത് പമ്പാ നദിയിലാണ്. പമ്പാ നദി മറക്കരുത്, ആറന്മുള വള്ളംകളി പമ്പാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഓണത്തിന്റെ സമയത്താണ് ഈ ആറന്മുള വള്ളംകളി വരുന്നത് കേട്ടോ. ആറന്മുളയാണ് കേട്ടോ, മാറ്റണേ, ആറന്മുള. പിന്നെ അപ്പൊ ഏതൊക്കെയാണ്? നമ്മുടെ പമ്പാ നദിയിൽ ആറന്മുള, വേമ്പനാട്ട് കായലിൽ നെഹ്റു ട്രോഫി, ചമ്പക്കുളം വേമ്പനാട്ട് കായലിൽ പ്രസിഡൻസി ട്രോഫി, അഷ്ടമുടി കായലിൽ. ഇനി നമ്മുടെ സാമ്പത്തിക സംഭാവന, മത്സ്യബന്ധനത്തിന് 30% കായലുകളിൽ നിന്നാണ്, ടൂറിസത്തിന് ഒരു 20% കായലുകളിൽ നിന്നാണ്, തൊഴിലവസരങ്ങൾക്കുണ്ട്, തീരദേശ ജനങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് 15%. അപ്പൊ ഏറ്റവും കൂടുതൽ കായലിന്റെ ബെനിഫിറ്റ് മത്സ്യബന്ധനത്തിനാണ്. നമ്മുടെ മത്സ്യബന്ധനത്തിന് ഒരു 30% കായലിൽ നിന്നാണ്. പിന്നെ നമ്മുടെ ടൂറിസം മൊത്തത്തിൽ കേരളത്തിലെ മൊത്തം ടൂറിസം ഒരു 25% കായൽ ടൂറിസം ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും.
ഇനി കായലുകളുടെ സേവനങ്ങള്, കായലുകള് കാർബണിനെ സംഭരിക്കുന്നു, ജലം ശുദ്ധീകരിക്കാനായിട്ട്, വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായിട്ട്, ജൈവവൈദ്യുത സംരക്ഷണം, കാലാവസ്ഥാ നിയന്ത്രണം. ഓക്കെ, ഇതൊക്കെയാണ് കായലുകളുടെ ഒരു പ്രാധാന്യം. കായലുകളുടെ മത്സ്യബന്ധന രീതി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചീനവലയൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കുന്ന രീതിയുണ്ട്. മുള കൊണ്ടുള്ള കെണിയാണ് കുട്ട എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ. വീശുവല, പിന്നെ ചൂണ്ടയൊക്കെ. കായലുകളിലെ കൃഷി ഏതാണ്? കുട്ടനാട് നെൽകൃഷിക്ക് ഫേമസ് ആണ് അല്ലെ കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയുള്ള സ്ഥലമാണ് കുട്ടനാട് കേട്ടോ. സമുദ്രനിരപ്പിന് ഏറ്റവും താഴെയുള്ള ഈ സ്ഥലമാണ്. അവിടെ പോൾഡർ സമ്പ്രദായം, ഉപ്പുവെള്ള നിയന്ത്രണം, പമ്പിംഗ് സംവിധാനങ്ങൾ, പ്രത്യേക നെൽവിത്തൊക്കെ ഉണ്ട്. കായൽ കൃഷി എന്ന് പറഞ്ഞാൽ നെല്ലല്ലാണ്ട് തെങ്ങ് കൃഷിയുണ്ട്, വാഴ കൃഷിയുണ്ട്, പച്ചക്കറി കൃഷി, മത്സ്യകൃഷിയും ഒക്കെ ഉണ്ട് കായലിലെ കൃഷി എന്ന് പറയുന്നത്. മത്സ്യകൃഷി ആണെങ്കിലും പല പേരിലൊക്കെ ഉണ്ട്. കൊഞ്ച് കൃഷിയുണ്ട്, മുത്തുച്ചിപ്പി കൃഷി ചെയ്യുന്നുണ്ട്, കൂട് സമ്പ്രദായമുണ്ട്, കൂടുകളിൽ വളരുന്ന മത്സ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലയൊക്കെ വെച്ചിട്ട് കൂട്ടുവള സമ്പ്രദായമൊക്കെ ഉണ്ട്. കൃഷി ഡിഫറെന്റ് കൃഷിനെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. നമ്മുടെ ചെമ്മീൻ സിനിമ അറിയാവുന്നവർക്ക് അറിയാം. തകഴി ശിവശങ്കര പിള്ളയുടെ ഫേമസ് ആയിട്ടുള്ള അവാർഡ്, പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ കിട്ടിയ ഒരു സിനിമയാണ് ചെമ്മീൻ. പുറക്കാട് കടപ്പുറ കാണിക്കുന്നു. ഇടയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ചെമ്മീൻ സിനിമയിൽ ഏത് കടപ്പുറം എന്ന് വെച്ചാൽ പുറക്കാട് കടപ്പുറമാണ് ചെമ്മീൻ. ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, കായലിന്റെ കഥ. ഒരുപാട് യാത്രാ വിവരണങ്ങളൊക്കെ സാഹിത്യകാരന്മാരും കായലുകളെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോക്യുമെന്ററികളൊക്കെ പലരും ഈ കായലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഡോക്യുമെന്ററികളൊക്കെ നടത്താറുണ്ട്. ഇതിന്റെ പ്രാധാന്യം, പാരിസ്ഥിതിക പ്രാധാന്യത്തെ പറ്റിയിട്ടും വെല്ലുവിളികളെ പറ്റിയിട്ടും ഡോക്യുമെന്ററികൾ നടത്താറുണ്ട്. കായലുകളുടെ ഭാവി എന്ന് പറയുമ്പോൾ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സുസ്ഥിര ടൂറിസം, സസ്റ്റൈനബിലിറ്റി, അതായത് നമ്മുടെ വരും തലമുറയ്ക്കും കൂടെ ഉപയോഗിക്കണം. അതിനാണ് സുസ്ഥിര എന്നുള്ള വാക്ക് പറയുക. നമ്മളെല്ലാം തീർത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അപ്പം എന്ത് ചെയ്യുമ്പോഴും ടൂറിസം ആയിക്കോട്ടെ, മത്സ്യകൃഷി ആയിക്കോട്ടെ, ഒക്കെ നമ്മുടെ വരും തലമുറയ്ക്കൂടെ ഉപയോഗിക്കാനുള്ളതാണെന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കായലുകളുടെ ഭാവി സുസ്ഥിര ടൂറിസം, മലിനീകരണം, പൊല്യൂഷൻ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ, സമൂഹ പങ്കാളിത്തം വേണം, ശാസ്ത്രീയ ഗവേഷണം, നയനിർവഹണം ഒക്കെ നടപ്പിലാക്കണം, ശാസ്ത്രീയ പ്രകടനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെയാണ് കായലുകളുടെ ഭാവിനെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വേണം. ഓക്കെ, അപ്പൊ കായലുകൾക്ക് പാരിസ്ഥിതികമായിട്ട്, സാമ്പത്തികമായിട്ട്, സാംസ്കാരികപരമായിട്ടും ഒക്കെ പ്രാധാന്യമുണ്ട്. സോ ദ ലാസ്റ്റ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. 34 കായല്, 27 കടലുമായിട്ട് ബന്ധപ്പെട്ടത്, 7 ഉൾനാടൻ ജലാശയം, 3 റാംസർ സൈറ്റ്, വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട. റാംസർ സൈറ്റ് ഉൾപ്പെടുത്തിയത് 2002 ഏറ്റവും വലുത് വേമ്പനാട്, 3 ജില്ലകളിൽ 205 കിലോമീറ്റർ. രണ്ടാമത്തെ വലുത് അഷ്ടമുടി, കൊല്ലം ജില്ലയിൽ. ഏറ്റവും ആഴമുള്ളത് പനിയോലയുടെ ഷേപ്പ്. കായലുടെ റാണി ശാസ്താംകോട്ട, എഫ് ഷേപ്പില്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിൽ. തണ്ണീർമുക്കം ബണ്ട് 75 വന്നു, തോട്ടപ്പള്ളി സ്പിൽവേ 55 വന്നു, രണ്ടും വേമ്പനാട്. ഇന്ത്യയിലേക തടാകജന്യ തുറമുഖം കൊച്ചി തുറമുഖം, റോബർട്ട് പിസ്റ്റണിന്റെ ശില്പി, അത് നമ്മുടെ വേമ്പനാട്ട് കായലിന്. വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ്. പാതിരമണലാണെങ്കിൽ പ്രകൃതിദത്തം, രണ്ടും വേമ്പനാട്ട് കായൽ. ഉപ്പളക്കായല് വടക്കേ അറ്റത്തും വേളി തെക്കേ അറ്റത്തും. ഇൻസിഡൻസ് പറഞ്ഞാൽ 1988 ജൂലൈ 8 അഷ്ടമുടി കായലിൽ പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത്. തണ്ണീർത്തട ദിനം ഒന്ന് നോട്ട് ചെയ്യണേ. ലോക തണ്ണീർത്തട ദിനം ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു പോകുന്ന ചോദ്യമാണ്. ഫെബ്രുവരി 2 നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. റാംസാറിൽ ആ എഗ്രിമെന്റ് ഒരു ഒപ്പുവെച്ച ഡേറ്റ് ആണത്, 71 ഫെബ്രുവരി 2. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കായലുകൾ. കേരളത്തിലെ കായലുകൾ എന്നുള്ള ടോപ്പിക് നമ്മൾ തീർത്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിലൂടെ കുറച്ച് ഇൻഫർമേഷൻ എങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസിൽ അറിയിക്കുക. അതുപോലെ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആണിത് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ 99.4K ആ ഒരു നമ്പറിൽ കിടക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. 1 lakh എന്നൊരു നമ്പറിലേക്ക് എത്താനായിട്ട് ഞാനും കൊതിച്ചിരിക്കുകയാണ്. സോ നമ്മൾ ഒത്തിരി എഫേർട്ട് ഇട്ട് പല ക്ലാസ്സുകൾ എടുത്താലും ചില ക്ലാസ്സുകൾക്ക് കുറച്ച് പേരാണ് കാണുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത് കാണാം.